ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ആലോചിച്ചത്, ഞാൻ സിനിമ സംവിധാനം ചെയ്യാനൊന്നും ആലോചിച്ചിരുന്നില്ല ഉള്ളത് പറയാനും. ഞാൻ ഒരു പടം ആണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അത് അശ്വത്ഥാമാവാണ്. അത് KR മോഹന് വേണ്ടി ചെയ്തതാണ്. ഞാനും അയാളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയോടുള്ള എൻ്റെ ഒരു അതിയായ മോഹവുമാണ് അത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ വരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഉപ്പിൽ അഭിനയിക്കുന്നത്, പുരുഷാർത്ഥം നിർമ്മിക്കുന്നത്, സ്വരൂപം നിർമ്മിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് മഗ്‌രിബ് എന്ന സിനിമ സംവിധാനം. ഞാനും മോഹനും കോളേജിൽ തൊട്ടാണ് പരിചയപ്പെടുന്നത്. ഞാൻ ഡിഗ്രിക്ക് ചേരാൻ ചെല്ലുമ്പോൾ മോഹൻ ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചാവക്കാട്ട് ഏറ്റവും പ്രശസ്തനായ ഒരു അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകൻ. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബം അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മോഹനെ കാണുന്നത് സെൻറ് തോമസ് കോളേജിൽ വെച്ചിട്ടാണ്. ആ പരിചയം മരണം വരെ ഉണ്ടായി എന്നുള്ളതാണ് ആ സൗഹൃദം. അത് ഒരു എന്താ പറയുക, അത് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗഹൃദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സഹോദര തുല്യം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കണക്കുമില്ല. ഞാനും അയാളും കൂടി ഇതുവരെ ജീവിതത്തിൽ കണക്കുണ്ടാക്കിയില്ല. 3 പടം പ്രൊഡ്യൂസ് ചെയ്ത് പല ഫെസ്റ്റിവലിന് പോകുമ്പോഴും ഒക്കെ ഒരു ഇതുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവ് ചെയ്യും, എവിടെ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും. മോഹനൻ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. മോഹനൻ എപ്പോൾ വന്നാലും വരും. ആദ്യം തൊട്ട് തന്നെ, പഠിക്കുന്ന കാലം തൊട്ട് തന്നെ മോഹനൻ വീട്ടിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ നല്ല അടുപ്പാണ്. മോഹനൻ എൻ്റെ സഹോദരിക്കും ഒക്കെ ഉപ്പാക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് മോഹനൻ. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മൾ പ്രവചിക്കാൻ മുമ്പേ നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് കാരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട് താമസിക്കുകയാണ്, ഉദാഹരണം പറയാം. എൻ്റെ വീട് താമസിക്കുമ്പോൾ ഞാൻ ഒരൊറ്റ ആളെ ക്ഷണിച്ചില്ല. മോഹനോടും പറഞ്ഞില്ല ഇന്ന ദിവസം ഞാൻ താമസിക്കുന്നൊന്നും പറഞ്ഞില്ല. 11 മണിക്ക് KR മോഹനൻ കയറി വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾക്കറിയില്ല ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വീട് ഉണ്ടാക്കി, തറവാട്ടിൻ്റെ. ഇയാൾ കയറി വരുന്നത്. ഇതേപോലെ തന്നെ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധി പ്രതിസന്ധികളിൽ ഞാൻ അറിയാതെ ചെന്ന് വിടാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഇതൊന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ട് എനിക്ക് പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അത് പിന്നെ കുറേ സുഹൃത്തുക്കളെ കൂടി സഹായിച്ചിട്ടാണ് സിനിമ ഉണ്ടാക്കിയത്. അത് നഷ്ടമൊന്നും ആയിരുന്നില്ല. എന്നാൽ അത് നല്ലൊരു വർക്കായിട്ട് തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചത്. അത് ആ ഗണത്തിൽ പെട്ട പാരലൽ സിനിമ എന്ന് പറയുന്ന അതുണ്ടല്ലോ, സമാന്തര സിനിമ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെട്ട സിനിമയായിട്ട് തന്നെയാണ്. പക്ഷേ അതിനുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത്തരം സിനിമകൾ സാധാരണക്കാർ കാണുന്നത് കുറവായിരുന്നു. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള രീതിയിലുള്ള പ്രേക്ഷകരായിരുന്നു അതിന് കാര്യമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു തകരാറ് തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരാളിലേക്ക് തൻ്റെ ഇല്ലാത്ത ഒരു ചിന്ത അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള തൻ്റെ തറവാടിത്തം, തൻ്റെ വ്യക്തിത്വം പ്രത്യേക തരത്തിലേക്ക് മാറ്റപ്പെടുന്നത് എന്നുള്ളതിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ സൂചനയാണത്. പിന്നെ അതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, മലയാളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് ചിത്രീകരിക്കുന്ന അപൂർവം സിനിമകളിലൊന്നാണത്. അപൂർവ സിനിമകളിലൊന്നാണ്. ഇപ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള സിനിമ എടുത്തവരൊക്കെ അതിനെ നല്ല നിലയിലൊക്കെ പുകഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതും കഴിഞ്ഞില്ല, പുരുഷാർത്ഥവും കഴിഞ്ഞില്ല. അശ്വത്ഥാമാവ് മാത്രമാണ് റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ദുഃഖം KR മോഹനുണ്ടായിരുന്നു, തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്.